ഹരേ കൃഷ്ണ. വിഷ്ണു സഹസ്രനാമം തുടങ്ങുമ്പോൾ നമ്മൾ ചൊല്ലും ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. എല്ലാ വിഘ്നങ്ങളെയും മാറ്റാൻ നമ്മൾ ഗണപതി ഭഗവാനെയാണ് ഇവിടെ ആ ഒരു തടസ്സങ്ങൾ മാറ്റേണ്ടവയ്ക്കിൽ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പൊ ശുക്ലാംബരധരം വിഷ്ണു എന്ന് വെച്ചാൽ വെളുത്ത വസ്ത്രം ധരിച്ചവനും, ശശിവർണം ചതുർഭുജം സർവവ്യാപിയും ചന്ദ്രവർണത്തോടു കൂടിയവനും 4 കൈകളോടു കൂടിയവനും അല്ലെ. ശശിവർണം, ശശി എന്ന് വെച്ചാൽ ചന്ദ്രൻ. അപ്പം പിന്നെ ചതുർഭുജം 4 ഭുജങ്ങളോട് കൂടിയവനും, പിന്നെ പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രസന്നവദനം എന്ന് വെച്ചാൽ പ്രസന്നമായ മുഖത്തോടു കൂടിയവനും ആയ ശ്രീ ഗണപതിയെ സർവവിഘ്നോപശാന്തെ. ആരാണ് വിഘ്നേശ്വരൻ? ശ്രീ ഗണപതിയെ സർവവിഘ്നങ്ങളെയും നിവാരണം ചെയ്യുവാനായി ധ്യാനിക്കുന്നു. അതാണ് ആദ്യത്തെ ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം.